മക്കൾക്ക് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഫ്രിഡാനാണ്. ഫ്രിഡാൻ ഇന്റർപെനിട്രേറ്ററി പോയിസൺ ആണ്. അതിന്റെ എജക്ഷൻ ത്രൂ പ്രൈമറി സലൈവറി ഗ്ലാൻഡ് ആണ്. വായുടെ മുൻഭാഗത്തൊക്കെ വലിയ പുണ്ണ് വരും. സംസാരിക്കാൻ പറ്റില്ല. വർത്താനം പറഞ്ഞാൽ പല്ല് തട്ടിയാൽ നിലവിളിച്ചു പോവും. ഉമിനീര്, കൊഴുത്ത ഉമിനീര് പോവും. നിങ്ങൾ മർസോൾ കൊടുക്കും, മറ്റ് മരുന്നുകളൊക്കെ കൊടുക്കും, പക്ഷെ മാറില്ല. മാറണമെങ്കിൽ 6-7 ദിവസം വേണം. 7 ദിവസം കൊണ്ടേ ഇത് പോയി തീരും. ഈ കൊഴുത്ത ഉമിനീര് ഓർഗാനോഫോസ്ഫേറ്റ് കീടനാശിനിയുടെ എജക്ഷനാണ്. അത് പുറത്തു പോയിട്ട് ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി തലച്ചോറ് പെടുന്ന പാടാണ് ഈ കൊഴുത്ത ഉമിനീര്. കുറച്ച് കാലം ഉണ്ടാവുള്ളൂ, പിന്നെ ഇത് ബോഡിയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുള്ളൂ. ഒക്കെ കരൾ സൂക്ഷിച്ച് അവസാനം കരളിന് ക്യാൻസർ വന്നോളൂ കുറച്ചു കാലം കഴിഞ്ഞാൽ. ഇപ്പൊ ബാലൻസ്ഡ് പ്ലാന്റ് ഇല്ല. നിങ്ങൾ നരയൻ നടുന്നു, കുമ്പളം. ഇളയത് പറിച്ചാൽ ഇളവൻ, മൂത്തത് പറിച്ചാൽ നരയൻ. മൂത്താലാണല്ലോ നരക്കുക. നടുന്നു, പറമ്പ് നിറയെ പറന്നിരിക്കുന്നു, കായ്ക്കുന്നില്ല. എന്തുകൊണ്ട് കായ്ക്കുന്നില്ല? ഏറ്റവും കൂടുതൽ കാൽഷ്യം വഹിക്കുന്ന ചെടിയാണ് നരയൻ. നിലത് കായ്ക്കുള്ളൂ. അതിന്റെ പുറമേ കാണുന്ന മുഴുവൻ കാൽഷ്യമാണ് നരച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഇളവന്റെ നീര് കൊടുക്കുന്നു പ്രകൃതി ജീവനക്കാർ? കാരണം ഇളവന്റെ നീരിലടക്കം കോശങ്ങളിൽ മാത്രമല്ല, കോശാന്തരങ്ങളിൽ മാത്രമല്ല, പ്രോട്ടോപ്ലാസ്റ്റിലോ സൈറ്റോപ്ലാസ്റ്റിലോ സെൻട്രോപ്ലാസ്റ്റിലോ മാത്രമല്ല, കാൽഷ്യം ഉള്ളത് അതിന്റെ ചാറിൽ മുഴുവനാണ്. അതുകൊണ്ട് ചാറ് കൊടുക്കും. എന്തിന്? കാൽഷ്യം ഡ്യൂഷൻസി പരിഹരിക്കാൻ, ശരീരത്തിന്റെ pH വാല്യൂ 7.4 ഉയർത്തിക്കാൻ കൊടുക്കും. അത് ഗർഭിണികൾക്കും കൊടുക്കാം. അത് കൊടുക്കുന്നത് സമർത്ഥമായ പ്രയോഗം. അപ്പൊ pH വാല്യൂ ശരിയോ? pH വാല്യൂ തെറ്റിപ്പോയിട്ടാണ് അസിഡിറ്റി, ഛർദിക്കുന്നത്, ദഹനം നിന്നു പോകുന്നത്, ഭക്ഷണം വേണ്ടാത്തത്. ആ ഒരു തിരിച്ചറിവാണ് പ്രധാനം എന്നർത്ഥം. ഇത് അറിയാതിരുന്നാൽ എന്ത് ചെയ്യും? പല്ലുവേദനയ്ക്ക് വേദന സംഹാരി കൊടുക്കും. ചകലിതമായ ശാസ്ത്രമായതുകൊണ്ട് ദന്തിസ്റ്റ് ഒരിക്കലും അറിയേണ്ട ആവശ്യമില്ല ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെ ഇതെങ്ങനെ ബാധിക്കും, ഏത് അവയവത്തെ ബാധിക്കും എന്ന് അവരറിയുന്നില്ല, ശ്രദ്ധിക്കുക വേണ്ട അവർക്ക്. അതുകൊണ്ടാണ് അലോപ്പതിയെ നാം കുറ്റം പറയുന്നത്. അതിൽ ഫിലോസഫി ഇല്ല. ഫിലോസഫി ആവശ്യമുള്ള ഒരു ചികിത്സയും എവിടെ നടക്കരുത്? അലോപ്പതിയിൽ നിന്ന് ചെയ്തുകൂടാ. ഫിലോസഫി ആവശ്യമില്ലാത്തതുണ്ട്. കേരളം മുറിക്കലും എല്ല് കൂട്ടിച്ചേർക്കലും തുടങ്ങിയൊരു ഫിലോസഫി വേണ്ട. വെറും മെക്കാനിക്കൽ വർക്ക്. മെക്കാനിക്കലായ ഏത് വർക്കും അതിലൂടെ ചെയ്യാം ആവശ്യം വന്നാൽ. ഏത് ചെയ്തുകൂടാ? ഫിലോസഫി ആവശ്യമുള്ളൊരു കാര്യം ചെയ്തുകൂടാ പറഞ്ഞുകൊണ്ടാണ്. ഒരു പ്ലാന്റ് ബാലൻസ്ഡ് ആയിരിക്കണം. നമ്മുടെ നെൽച്ചെടിയുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു നെൽച്ചെടിക്ക് ഒരു പക്ഷേ ടെമ്പറേച്ചർ പുറത്ത് 35 ഡിഗ്രി വന്നു പോയാൽ ഗർഭിണിയായ നെൽച്ചെടി വിരിയില്ല. കേരളത്തിലെ നെൽച്ചെടി 10,000 കൊല്ലമായി കേരളത്തിലുള്ളതാണ്. അതിനറിയാം 35 ഡിഗ്രി ടെമ്പറേച്ചർ പുറത്ത് വന്നാൽ, ഇപ്പോഴത്തെ ടെമ്പറേച്ചർ, നേരത്തെ മാത്യു സാർ പറഞ്ഞ 40 ഡിഗ്രി ടെമ്പറേച്ചർ ഉള്ള സ്ഥലത്ത് നെല്ല് വിരിയില്ല. കാരണം വിരിഞ്ഞു കഴിഞ്ഞാൽ 10% പതിരായിരിക്കും, പരാഗണം നടക്കില്ല. കാരണം നെല്ലിന്റെ പരാഗണം നടക്കുന്നത് 10 മണിക്കും 11 മണിക്കും ഇടയിലാണ്. ആ സമയത്ത് അന്തരീക്ഷ താപം 35 ഡിഗ്രി എത്താൻ പാടില്ല. 40 ഡിഗ്രി എത്തിപ്പോയാൽ ഒറ്റ മണി ഉണ്ടാവില്ല, മുഴുവൻ വെള്ളച്ചാഴി. ഇത് പ്രകൃതിയുടെ നിയമമാണ്, ശാസ്ത്രം. ഇതാണ് ശാസ്ത്രം. അപ്പൊ അതുകൊണ്ടെന്ത്? കേരളത്തിലെ നെല്ല് തന്നെ ആയിരിക്കണം കേരളത്തിൽ കൃഷി ചെയ്യേണ്ടത്. ഇവിടുത്തെ മഴയെ, ഇവിടുത്തെ താപവ്യത്യാസത്തെ അറിയുന്ന നെൽച്ചെടി ഏതാണ്?
ഇവിടെ വളരുന്നതല്ല. ഒരു പൂമ്പാറ്റയുടെ പൂപ്പ സ്കൂൾ പഠിപ്പിക്കാത്തൊരു സയൻസ്. പുറത്ത് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിൽ തളിര് ഇലയുണ്ടാവില്ല ഒരു ചെടിക്കും. പൂമ്പാറ്റയ്ക്ക് ആവശ്യമുള്ള ചെടിക്ക് മാവിനുണ്ടാവും. പക്ഷേ പൂമ്പാറ്റയ്ക്ക് ഇല ആവശ്യമുള്ള ഒന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ പൂമ്പാറ്റയുടെ പൂപ്പ വിരിയില്ല. 6 മാസം കിടന്നാളി. അതങ്ങനെ തന്നെ കിടക്കും, വിരിയാതെ കിടന്നാളി. അത്രയും കാലം കിടക്കാനുള്ള ശേഷി നിങ്ങൾ ചുവരിൽ കാണുന്ന വേട്ടാളന്റെ കൂട്, മണ്ണ് കൊണ്ടുണ്ടാക്കുന്ന കൂട്, അതിനകത്ത് വേട്ടാളൻ മുട്ടയിട്ടു. മുട്ടയിടുന്നതിന് മുമ്പ് ധാരാളം പ്രാണികളെ പിടിച്ചു കൊണ്ടുവന്ന് 6 മാസം പ്രാണികളുടെ ശരീരം മരവിപ്പിച്ച് നിൽക്കാനുള്ള അതിന്റെ വിഷം കുത്തിവെച്ച് അതിനകത്ത് നിറച്ച് മണ്ണുകൊണ്ട് മൂടിക്കഴിഞ്ഞാൽ വേട്ടാളന്റെ കൂട് വിരിയാതെ അകത്ത് നിന്ന് സമാധി ദശയിൽ ഇരിക്കുന്ന വേട്ടാളൻ അറിയാം വിരിഞ്ഞൂടാ, വിരിഞ്ഞാൽ പുറത്തൊന്നും തിന്നാൻ കിട്ടില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് പുഴുണ്ടാവണമെങ്കിൽ പൂമ്പാറ്റ മുട്ടയിടണമല്ലോ. അതുകൊണ്ട് അത് ഒരിക്കലും വേട്ടാളം പുറത്തു വരില്ല. ഓരോ ജീവിക്കും പ്രകൃതിക്കിണങ്ങി ജീവിക്കാം. പ്രസിദ്ധമായ ഖുർആൻ വാക്യം ഓർമ്മിക്കുക, എല്ലാ ജന്തുക്കളും ഇസ്ലാമാണ്, മനുഷ്യനൊഴിച്ച്. വേഷം കൊണ്ടല്ല ഇസ്ലാം ആവാം, പക്ഷേ ജീവിതം കൊണ്ട് ഇസ്ലാം ആവണമെങ്കിൽ പ്രകൃതിക്കിണങ്ങി ജീവിക്കണം. പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച്, പടച്ചവന്റെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. ജീവിക്കുന്ന ജന്തുക്കളെ കണ്ടുപഠിക്കണം. പൂമ്പാറ്റയ്ക്ക് ഇതറിയാം. അറിയാത്ത ജന്തു മനുഷ്യൻ തന്നെയാണ്. എന്തുകൊണ്ട് വാഴപ്പഴം ബാലൻസ്ഡ് അല്ല? ഇംബാലൻസ്ഡ് ആണ്. കാരണം അത് നിൽക്കുന്ന മണ്ണ് ബാലൻസ്ഡ് അല്ല. എ ബാലൻസ്ഡ് പ്ലാന്റ് ഇൻ എ ബാലൻസ്ഡ് സോയിൽ. മണ്ണ് ബാലൻസ്ഡ് ആയിരിക്കണം. മണ്ണ് ബാലൻസ്ഡ് അല്ലെങ്കിൽ പറമ്പ് നിറയെ കുമ്പളം പടരും, കായ്ക്കില്ല. കാരണം കുമ്പളത്തിനനുസരിച്ച ബാലൻസ് എങ്ങനെയാണ്? അതിൻ്റെ pH വാല്യൂ 7.5-ൽ കൂടുതലായിരിക്കണം. മനുഷ്യരത്തിൻ്റെ പോരാ, അതിനേക്കാൾ കൂടുതലായി 8 8.5 ആയാൽ നന്നായിട്ട് കഴിക്കും. അത്രയും കാൽഷ്യം മണ്ണിൽ കിട്ടണം. ആ കാൽഷ്യം എങ്ങനെ കിട്ടണം? അത് ഹാനിമൻ പറഞ്ഞു തരും. പൊട്ടൻറ്റൈസ്ഡ് ആയിട്ട് കിട്ടണം. 1 മില്യനോ സെന്റിമില്യനോ ആയിട്ട് വിഭജിച്ച് തന്മാത്രകളായി മാറിയ, മോഡേൺ സയൻസിൽ പറയുന്ന നാനോ ലെവലിലുള്ള കാൽഷ്യം കിട്ടണം. ഇതെങ്ങനെയാണ് കിട്ടുക? മണ്ണിൽ അമ്ലത ഉള്ളതുകൊണ്ട് വേവിക്കാതെ കക്ക അങ്ങനെ തന്നെ ഇട്ടാൽ മണ്ണിന് എത്രമാത്രം അസിഡിറ്റി ഉണ്ടോ അത്രമാത്രം ആ അസിഡിറ്റിക്ക് അനുസരിച്ച് നാനോ ലെവലിൽ അലിഞ്ഞ് മണ്ണിൽ ചേർന്നു. ആ ചേർന്ന് കഴിഞ്ഞ മണ്ണിൽ നട്ട കുമ്പളം കായ്ക്കും. എങ്ങനെ? നാനോ ലെവലുള്ള ബാലൻസ്ഡ് ആയ കാൽഷ്യത്തോടു കൂടി. കുമ്മായിട്ട് കായ്പ്പിക്കാൻ നമുക്ക് കുറെ കുമ്മായി ഇട്ടാൽ അതിനകത്ത് മഴവെള്ളത്തിൽ അലിഞ്ഞ് കാൽഷ്യം കിട്ടും, കായ്ക്കാം. പക്ഷെ ആ കായ ദീർഘകാലം നിൽക്കില്ല, കുറച്ചു കാലത്ത് നിൽക്കും, ദീർഘകാലം നിൽക്കില്ല. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം കൊടുത്ത് ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ദീർഘകാലം നിൽക്കില്ല. പെട്ടെന്ന് ആ ബാലൻസ് നഷ്ടപ്പെടും. കാരണം അത് കോശങ്ങളുടെ അകത്ത് കടക്കാനുള്ള ശേഷിയുള്ള നാനോ ലെവലിലുള്ള കാൽഷ്യം അല്ല. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ആ പ്രത്യേകത തിരിച്ചറിഞ്ഞാൽ എങ്ങനെയാണ് ബാലൻസ്ഡ് സോയിൽ ഉണ്ടാവുക എന്ന് നമുക്കറിയാം. എന്റെ കുമ്പളം കായ്ക്കുന്നില്ല എന്ന് കൃഷി വകുപ്പ് പോയി പറഞ്ഞാൽ കൃഷി വകുപ്പ് ഓഫീസർ അപ്പോൾ തന്നെ പറയും, നിങ്ങൾ കുറച്ച് കായ് വളം വാങ്ങിയിട്ടോളൂ, ഫാക്ടം ഫോസ്, അതിൽ കാൽഷ്യം ഇല്ല. ഫാക്ടം ഫോസ് ഇട്ടാൽ തീർച്ചയായിട്ടും കായ്ക്കും, പക്ഷെ ഒരു വണ്ട് കുത്തിയാൽ ചീഞ്ഞു പോകും. ഒറ്റ വണ്ട് കുത്തിയാൽ മതി, കായ്ച്ച കുത്തിയാൽ ചീഞ്ഞു പോകും. കാൽഷ്യം വേണ്ടത്രയുള്ള കുമ്പളമാണെങ്കിൽ അതിനെ വണ്ട് കുത്തിയാൽ ആ സ്ഥലം കല്ലിച്ചു ഹാർഡാവും. എന്നിട്ട് കായ വളർന്നു വരും, അല്പം വളവോടുകൂടി ആ ഭാഗം ഒന്ന് വളഞ്ഞു വരും.
കാരണം ആ ചെടിക്ക് പ്രതിരോധമുണ്ട്. ആ കായ കഴിച്ചാലോ നമുക്ക് പ്രതിരോധം ഉണ്ടാവും. ചെടി ശത്രുജീവികളെ പ്രതിരോധിച്ചുകൊണ്ട് വളർന്ന ചെടിയുടെ കായ കഴിക്കുമ്പോൾ നമുക്ക് പ്രതിരോധം ഉണ്ടാവും. പ്രതിരോധം ആ രീതിയിൽ പ്രകൃതിദത്തമായിട്ടുള്ളതാണ്. അത് വാക്സിനുകൾ വഴിക്ക് ഉണ്ടാക്കേണ്ടതല്ല, ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കിയാൽ ഒരു വൈറസിനെതിരെ ഉണ്ടാക്കും നിങ്ങൾ, ഒരു 100 തരം വൈറസ് വേറെ വരും. കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഡൗൺ ടു എർത്തിൽ വന്നിരിക്കുന്നു. പുതിയ വൈറസ് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം വന്നത് കോഴിക്കോടാണ്. അത്ര 2003 പുതിയ പഠനം വന്നിരിക്കുന്നു. ആ വൈറസ് തൊണ്ടയിൽ